ബോൾഡ്നെസ്. പണ്ട് കരഞ്ഞ് വിളിച്ചിരുന്ന പുള്ളിക്കാരിയാണ്. എത്രയെന്നും പറഞ്ഞു ഒരാൾ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് റീൽ ചെയ്ത് ചേട്ടൻ അങ്ങനെ. ഹലോ ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒപ്പം തേനും. അപ്പോൾ ഇന്നത്തെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ വിഷയം ഇതാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മുടെ ഒരു ചേച്ചീനെ പറ്റി ഇങ്ങനെ പറയുന്ന കുറേ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞൊരു സങ്കടം കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമ്മളിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളോ എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരാളോ അല്ല ഈ കമൻസും വീഡിയോസൊക്കെ അവർക്കെതിരായിട്ടിരുന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. കാരണം ഇതൊരു മീഡിയയിലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എങ്ങാനും ആരെങ്കിലും കണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉറപ്പായിട്ടും നമ്മളെ രേണുസുതി ചേച്ചീനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എനിക്ക് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓരോ പുതിയ വീഡിയോസ് വരുമ്പോഴത്തേക്കും അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി പറയാം. എനിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് അദ്ദേഹം നമ്മളെ വിട്ട് പോയ ശേഷം ആ ഫോട്ടോ വെച്ചിട്ട് ചേച്ചി കുറച്ച് റീലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി അങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്ത് ആ ഒരു സംഭവം ചെയ്തതിൻ്റെ റിയാക്ഷനാണ് ചേച്ചി ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇതിൽ പെട്ടെന്ന് കയറി ചേച്ചി തിരിച്ചടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സ്വന്തം ഒപ്പീനിയനാണ് കേട്ടോ. കാര്യം ഞാൻ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സത്യമായ റിക്വസ്റ്റാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഒരു ഹസ്ബൻഡ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ച സ്ത്രീ ആയാലും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു സ്ത്രീ ആയാൽ പോലും അവരുടെ മക്കളെ നോക്കാനായിട്ട് ഒരു പരിധി വരെ റിലേറ്റീവ്സ് ഉണ്ടാവുള്ളൂ. നമുക്ക് ആ സ്ത്രീക്ക് പേഴ്സണലി എന്താവശ്യം ഉണ്ടെങ്കിലും കാശില്ലാതെ ഒരു കാര്യങ്ങളും ഒരു സാധനങ്ങളും ഭക്ഷണം തൊട്ട് ഉടുക്കുന്ന വസ്ത്രം വരെയും കാശില്ലാതെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. കുറേ പേര് സാധാരണ കൊണ്ട് ഒരു 6 മാസം പോട്ടെ, ഒരു വർഷം അത്രയൊന്നും പോകത്തില്ല. അതങ്ങ് നിർത്തും. ആ സഹായങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി നിർത്തും. അപ്പോൾ അവർ ആരെ ആശ്രയിക്കും? ജീവിതകാലം മൊത്തം ആരും ആരെയും സഹായിക്കാനോ കൂടെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു ഭർത്താവില്ലാത്തതോ മരിച്ച ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയൊരു സ്ത്രീക്ക് സ്വന്തം മക്കളെ നോക്കണമെങ്കിൽ അവർക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അവർക്ക് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുന്നതിൽ നമ്മൾ എന്ത് തെറ്റാണ് പറയേണ്ടത്? നിങ്ങൾ ഈ ബാഡായിട്ടുള്ള കമൻസ് ഇടുന്നവർക്ക് എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്ത് ഓരോ റീലും ഓരോ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്. ആണുങ്ങൾ തുണി അഴിച്ചിട്ടൊന്നും റീലൊന്നും ചെയ്യണ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, മേ ബി ഉണ്ടായിരിക്കാം. എത്രയോ പെണ്ണുങ്ങൾ റീൽ ചെയ്യുന്നു ഭയങ്കര മോശമായിട്ട്. ഭർത്താവും ഇരുന്നുകൊണ്ട് തന്നെയാണ്. ഈ നാട്ടുകാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് ഇരുത്തിയിട്ട് ഇങ്ങനെ റീലും വീഡിയോ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് റോട്ടിൽ നിന്ന് അഭിനയിക്കുക ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പാടില്ലേ? അതെന്താണ്? പണ്ടത്തെ ആചാരമാണ്. ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വെള്ള സാരി എടുത്തുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കുക, വെട്ടം പോലും കാണാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല, നല്ല നല്ല ചടങ്ങുകളൊന്നും അറ്റൻഡ് ചെയ്യുക. ദുശ്ശകുനമാണ് ഭർത്താവ് മരിച്ച സ്ത്രീ. അതൊക്കെ പണ്ട് ഇപ്പോഴങ്ങനെയൊന്നുമില്ല. സ്വന്തം ഭർത്താവ് മരിച്ചാലോ കളഞ്ഞിട്ട് പോയാലോ മക്കളെ എന്തായാലും കളയാൻ പറ്റത്തില്ല. പിന്നെ ഭാര്യ കളഞ്ഞിട്ട് പോണവരും ഭാര്യ മരിച്ചിട്ട് പോണവരും ഭർത്താക്കന്മാരും മക്കളെ നോക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു ചേച്ചി സുധിച്ചേട്ടൻ നമ്മളെ വിട്ട് പോയ ശേഷം, പ്രത്യേകിച്ച് ആ ചേച്ചീനെ വിട്ട് പോയ 2 മക്കളും ആ ചേച്ചിയുടെ ഭാഗത്താണ്. ആ ചേച്ചി ആ പിള്ളേരെ നോക്കണമെങ്കിൽ അവർക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ അവർ വല്ല കരിങ്കല്ല് ചുമക്കാൻ പോകണോ? അല്ലെങ്കിൽ കരിങ്കല്ല് ചുമക്കുന്നതൊക്കെ ഒരു ജോലിയാണ്. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളൊരു ജോലി, അത് കരിങ്കല്ല് ചുമക്കാനോ പുല്ല് വെട്ടാനോ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവർ ഓക്കെ. അവർ പക്ഷെ അതിൽ നിന്നൊക്കെ എത്ര വരുമാനം കിട്ടാനാണ്? മക്കളെ പഠിപ്പിക്കണം, മക്കൾക്ക് നല്ല നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. കൗതുകം എന്ത് കണ്ടാലും കൗതുകം തോന്നുന്ന പ്രായത്തിലുള്ളൊരു കൊച്ചുണ്ട്, തലയ്ക്ക് മുകളിൽ വളർന്നൊരു കൊച്ചുണ്ട്, അതിൻ്റെ പഠിത്തം എന്തെല്ലാം ആ ചേച്ചിക്ക് നോക്കണം. അപ്പോൾ ചേച്ചിക്ക് എന്തോ ജോലി ആരോ ഓഫർ ചെയ്തു. എനിക്ക് പേരുകളൊന്നും എടുത്ത് പറയാം, അതിൻ്റെ ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ചേച്ചിക്ക് ആരൊക്കെ ജോലി ഓഫർ ചെയ്തു എന്നൊക്കെ. പക്ഷേ ആ ചേച്ചിക്ക്
ഇഷ്ടമുള്ളതല്ലേ നമുക്കിപ്പോൾ നമുക്കൊരു നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്താലല്ലേ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ചേച്ചിക്ക് അതിൽ ആ ചേച്ചിക്ക് മോഡലിങ്ങും ഷോർട്ട് ഫിലിംസും ഒരു മീഡിയയിൽ നിൽക്കുന്നതാണ് ചേച്ചിക്ക് ഇഷ്ടം എന്നതിൽ എന്താണ് തെറ്റ്? അതിലെന്താണ് തെറ്റ്? അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അവർ പൈസ വാങ്ങിക്കാതെ അല്ല, അവർ എല്ലാത്തിനും ക്യാഷ് വാങ്ങിച്ചിട്ടാണ് എല്ലാത്തിലും അഭിനയിക്കുന്നത്. ഒരു റീല് ചെയ്യാൻ ചിലപ്പോൾ അവരൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഒരു റീല് പുള്ളിക്കാരനോട് ചെയ്തതിന് ഒരു പുള്ളിക്കാരനോട് വീട്ടിൽ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, ഒരു പുള്ളിക്കാരൻ എന്നേ പറയത്തുള്ളൂ. കാര്യം വെച്ചാൽ ഞാൻ പേരൊന്നും പറയത്തില്ല. എന്തിനാണ് വെറുതെ അങ്ങനെ പേര് പറയേണ്ട ആവശ്യമില്ല. രേണു ചേച്ചിയുടെ കൂടെ ആരാണ് റീല് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഒരാളെ കൂടെ റീല് ചെയ്ത് ചിലപ്പോൾ അവർ ചെയ്തതിൻ്റെ ഒരു പ്രൊമോഷനായിരിക്കും, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അത് എന്താണെന്ന് എല്ലാവരും അത് പോയി കണ്ടില്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെ ആയിരിക്കാം ഇവിടെ റീല് ചെയ്യുന്നവർ, വീഡിയോ ചെയ്യുന്നവരൊക്കെ റീച്ച് കിട്ടാനല്ലേ ചെയ്യുന്നത്, അല്ലാതെ മാനത്തെ നക്ഷത്രം എണ്ണി നോക്കാനൊന്നും അല്ലല്ലോ റീല് ചെയ്യുന്നത്. അതുപോലെ ആ പുള്ളിക്കാരിയും ചെയ്യുന്നുള്ളൂ. എത്ര ഇൻ്റർവ്യൂസ് ഞാൻ ഇപ്പം തന്നെ കണ്ടെന്നറിയാമോ. ലാസ്റ്റ് ഒരു ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് ഷോർട്സ് ഞാൻ കണ്ടു. ആ ചേച്ചി രേണു ചേച്ചിയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നു. ഒരു സ്ത്രീയെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അപമാനിച്ചിട്ടാണ് അവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബറൊക്കെ കൂട്ടുന്നത്. എന്ന് വെച്ചാൽ ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചി എന്താണ് ഡൈനോസറിൻ്റെ കുഞ്ഞാണ്. എനിക്ക് തോന്നിയിട്ടില്ല ആ ചേച്ചി അത്രയും വൾഗറായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. ആ ചേച്ചിയുടെ സൗന്ദര്യമുണ്ട്, എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. ഒരിക്കലും ബോഡി ഷേമിങ് ചെയ്യുന്നത് കുറ്റകരമായിട്ടൊരു ദ്രോഹമാണ്. എന്നിട്ട് ആ ചേച്ചി ചിരിച്ചുകൊണ്ടാണ് അതിനൊക്കെ മറുപടി വേണം. മാക്സിമം ആ ചേച്ചി ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ ചേച്ചിയുടെ ആ ചേച്ചിയുടെ ബോൾഡ്നെസ്, പണ്ട് കരഞ്ഞു വിളിച്ചിരുന്ന പുള്ളിക്കാരിയാണ്. അപ്പം ഞാൻ ആദ്യം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി റീല് ചെയ്തത് എനിക്കൊരു ഇറിറ്റേഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെച്ചാൽ മരിച്ചു പോയൊരു വ്യക്തിയുടെ ഫോട്ടോ പിറകിൽ വെച്ചിട്ട് ആ പുള്ളിയെ വെച്ച് റീല് ചെയ്ത് പാട്ട്, അതൊരു ഇതായിരുന്നു. അല്ലാതെ ഇപ്പോൾ ആ ചേച്ചി ഷോർട്ട് ഫിലിംസും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നത് ചേച്ചിയുടെ ജീവിതമാർഗ്ഗമായിട്ട് ചേച്ചി കണ്ടിട്ടാണ്. എത്ര പേര് മോഡലിംഗ് ജീവിതമാർഗ്ഗമായിട്ടുണ്ട്. അവർക്കെതിരെ നിങ്ങളത് പ്രതികരിക്കാൻ ആർക്കും പറ്റത്തില്ല. പുള്ളിക്കാരി പെട്ടെന്നൊരു റീച്ചും പെട്ടെന്ന് പുള്ളിക്കാരിയുടെ ഒരു ലുക്കും പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോഴത്തേക്കും അത് ചെറിയ ഞരമ്പുകൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് പ്രശ്നം. എന്താ പറയുക, ആ ചേച്ചിക്ക് പെട്ടെന്ന് ഇത്രയും റിയാക്ഷൻ വരാൻ കാര്യം, രേണു ചേച്ചിക്ക് ഇത്രയും റിയാക്ഷൻ വരാൻ കാരണം എനിക്ക് തോന്നുന്നു ചേച്ചി ഓൾറെഡി ഹസ്ബൻഡ് അത് വെച്ചാൽ ഹസ്ബൻഡില്ലാണ്ട് എനിക്ക് സങ്കടം അങ്ങനൊരു ചേച്ചി അത് മീഡിയയിൽ പാട്ടൊക്കെ ഇട്ട് ചേച്ചി അത് അങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് പെട്ടെന്ന് പുള്ളിക്കാരി പെട്ടെന്ന് അത് ചേഞ്ച് ആയപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസത്തെ അഭിനയമാണ്. പക്ഷെ പുള്ളിക്കാരിയുടെ ഫീലിങ്സാണ് ചെയ്തെങ്കിൽ പോലും അത് ചേച്ചി അത് മീഡിയയിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഇതായിരുന്നു. പക്ഷെ അത് ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും ഡ്രസ്സിങ്ങിലും ഒക്കെ കുറച്ച് ചേഞ്ചൊക്കെ വന്നപ്പോഴത്തേക്കും അങ്ങനെയുള്ളൊരു പെണ്ണ് ഇങ്ങനെയായി. അപ്പോൾ അവൾ പോക്ക് കേസ് എന്നാണ് എല്ലാവരും പറയുന്നത്. ആ ചേച്ചി ആ ഒരു റീഡ് ചെയ്തതിൻ്റെ പെട്ടെന്ന് ചേഞ്ച് അതിൻ്റെ റിയാക്ഷനാണിപ്പോൾ. അതാണ് നമ്മൾ പുള്ളിക്കാരിക്ക് അത് പക്വതയില്ലാതെ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അങ്ങനെ ആരും ചെയ്യില്ല എന്നാണ് അങ്ങനെ റീൽ ഒന്നും ചെയ്യത്തില്ലല്ലോ. മരിച്ച ആളുടെ ഫോട്ടോ പിറകിൽ വെച്ചിട്ട് റീൽ ചെയ്യുന്നത് അത് മാത്രമാണ് എനിക്ക് ചേച്ചിയുടെ നെഗറ്റീവായിട്ട് എനിക്ക് ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളത്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ചിലപ്പോൾ എല്ലാവർക്കും തോന്നണമെന്നില്ല. പക്ഷേ ആ ചേച്ചി ഇപ്പോൾ ആ ചേച്ചിയുടെ ഒരു പ്രൊഫഷനായിട്ടാണ് ചേച്ചി ചെയ്യുന്നത്. ഷോർട്ട് ഫിലിം എന്താ പറയുക റീൽസ് ഇതൊക്കെ ചെയ്യുന്നതിൽ എന്താണ് എത്രയോ പേര് പൈസ മുടക്കി കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് ക്യാമറാമാനെയും വിളിച്ചിട്ട് എത്രയോ പേര് റീൽ ചെയ്യുന്നു, എത്രയോ തീം ഇറക്കി ചെയ്യുന്നു സോങ് ഇട്ടിട്ട്. ആ ചേച്ചി അതുപോലെ ചെയ്തു. അതിൽ ഒരു പെണ്ണിന് അതൊരു ആരും ചോദിക്കാനില്ല. അവളുടെ ഹസ്ബൻഡ് മരിച്ചു, മകൻ പഠിക്കാനിരിക്കുന്നു, അവൾ മാത്രമുണ്ട്. അപ്പോൾ ആരും ചോദിക്കാനും പറയാനൊന്നും വരത്തില്ല. അതിനെന്തെല്ലാം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഷോർട്സും റീലൊക്കെ കാണുമ്പം മൊത്തം ആ ചേച്ചിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചേച്ചിനെ എന്തൊക്കെ പറയുന്നു. ആ ചേച്ചീനെ നമ്മളെ പക്രുചേട്ടനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പക്രുചേട്ടൻ കുഞ്ഞിക്കൂനലിൽ ഒരു പെൺവേഷം കെട്ടിയിട്ടുള്ള ഒരു ഇതിൽ ആ ചേച്ചി നിന്നായിരുന്നു. അതെന്ന് പറയുമ്പോൾ അതൊരു കോമഡി ആയിട്ടാണ് പക്രുചേട്ടൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു കോമഡി വേഷമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ആ സിനിമ കണ്ട് പക്രുചേട്ടൻ്റെ ആ വേഷം കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കാണാൻ വന്നിരിക്കുന്നവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിരിക്കുകയാണ്. നമ്മൾ ചിരിച്ചില്ല ഫിലിം കണ്ടിട്ട്. പക്രുചേട്ടൻ്റെ ആ വേഷം കണ്ടും ഓട്ടോമാറ്റിക് ചിരിക്കുക, അത് കരഞ്ഞൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിനെ വെച്ച് ചേച്ചിനെ കമ്പയർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം ഇതെല്ലാം ബോഡി ഷേമിങ് ഇല്ലേ. പുള്ളിക്കാർക്ക് എന്ത് വിഷമങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ പോയി ആ ചേച്ചിക്കെതിരെ കേസ് കൊടുക്കുന്നു. ആ ചേച്ചിയെ കണ്ടിട്ട് ബാക്കിയുള്ളവർ നശിക്കുന്നു. വേറെ ഒരു പെണ്ണുങ്ങളും ഒന്നും ആരെയും നശിപ്പിക്കാൻ വേണ്ടി വീഡിയോകളൊന്നും ഇറക്കുന്നില്ലേ. ആ ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത്?
അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവർ യൂസ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മോഡലിങ് ചെയ്യുന്നു. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അതിനെ വിലയിരുത്താൻ ഒരാൾക്കും അവകാശമില്ല. ഇത്രയും ദാരിദ്ര്യം പിടിച്ചായിപ്പോയല്ലോ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ എന്നാണ് എനിക്ക് വിഷമമാണ്. കാര്യം ഭർത്താവ് മരിച്ച് ആരോരും ഇല്ലാത്ത ഒരു സ്ത്രീയെ എത്രത്തോളം മോശം പറഞ്ഞ് അവരെ കളിയാക്കി, എന്താ ബോഡി ഷേമിങ് നടത്തി, മാനസികമായിട്ട് ഇത്രത്തോളം അവരെ ബുദ്ധിമുട്ടിപ്പോയി. അവരതിനെല്ലാം തരണം ചെയ്ത് ബോൾഡായിട്ട് നിൽക്കുന്നതിന് സത്യം പറഞ്ഞ ചേച്ചിക്ക് ഒരു സല്യൂട്ടുണ്ട്. കാര്യം എനിക്കൊന്നും അങ്ങനെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഒരു റൂമിൽ ഒതുങ്ങിപ്പോകും. സീരിയസ് ആയിട്ട് പറയും. ഇത്രയും സൈബർ അറ്റാക്ക് ചേച്ചിക്കെതിരെ ഉണ്ടായിട്ടും ആ ചേച്ചി പിടിച്ചു നിൽക്കുന്നത്. ചേച്ചി ഇനിയും ഞാൻ അഭിനയിക്കും. നിങ്ങൾക്ക് പറയാനുള്ള പറ. ഇങ്ങനെയാണ് ആ ചേച്ചി പറയുന്നത്. അതിൽ അത്രയും ആ ചേച്ചി അങ്ങനെ ഒരു ബോൾഡുള്ള ക്യാരക്ടറായിട്ട് ഞാൻ സുധിച്ചേട്ടനോട് ആ ഒരു റിയാലിറ്റി ഷോയിൽ ചേച്ചി ചേട്ടൻ്റെ ചേച്ചീനെ പരിചയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരു നാടൻ പെണ്ണ്. ആ ചേച്ചി പെട്ടെന്ന് ഒരു ചേഞ്ചിലോട്ട് വന്നപ്പോൾ അത് അങ്ങോട്ട് എല്ലാവർക്കും അസൂയ കാര്യങ്ങളായിട്ട് തുടങ്ങിയ ഇതാണ് ചേച്ചിക്ക് എതിരെയായിട്ട് കാണിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയാണ്, ഓരോ സിറ്റുവേഷനിൽ മാറിപ്പോകും ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരിക്കലും ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ആ ചേച്ചിയുടെ മകൻ 2 മക്കളെയും കളഞ്ഞിട്ടില്ല. എനിക്ക് 2 മക്കളെ വേണ്ടത്. സുചേൻ്റെയാണ്, ഞാൻ വേറെ കെട്ടി അങ്ങനെ ചേച്ചി പോയിട്ടില്ല. ആ ചേച്ചി ഒരു സ്പ്രേ വാങ്ങിച്ചതിൻ്റെ പേരിലോ എന്തൊരു കൊട്ടി ഘോഷിച്ച ചേച്ചിനെ പറയാനൊന്നുമില്ല. ആ ചേച്ചി ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ സ്പ്രേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത്, എന്നെപ്പോലെ എത്രയും പേർക്കത് മനസ്സിലാക്കണം. ആ സ്പ്രേ കാണുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളിൻ്റെ മണം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കുന്ന പ്ലേസ് ഇതാണ്. ഇങ്ങനെ നമുക്കൊരു സ്പ്രേ ചെയ്ത് വെക്കാം എന്നൊക്കെ ഉള്ള ആ ഒരു തോട്ട് വന്നത് ആ ചേച്ചിയുടെ ആ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ സ്നേഹിക്കുന്ന ആൾ നമ്മളെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ മണം നമ്മുടെ കൂടെ ആ ആളുണ്ട് എന്നൊരു തോന്നൽ, ആ ഒരു സമാധാനം, അതൊക്കെയാണ് ആ പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ച് ഹൈടെക്കായിട്ട് ചെയ്തപ്പോഴത്തേക്കും അത് കുറച്ച് പേർക്ക് ഭയങ്കര അസൂയൊക്കെ. അതൊക്കെ അവരുടെ അത് ചേച്ചി പറഞ്ഞാൽ അത് ആർക്കും ഇറങ്ങി ഓടിപ്പോവേണ്ടി വരുമെന്ന് ചേച്ചി ഉദ്ദേശിച്ചു. പുള്ളിക്കാരി പറഞ്ഞതിൻ്റെ മിസ്റ്റേക്കാണ്. പുള്ളിക്കാരി പറഞ്ഞത് അത് വേറൊരു സ്റ്റൈലായിപ്പോയി. പുള്ളിക്കാരി അതങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല. എന്ന് വെച്ചാൽ ഈ വേർപ്പിൻ്റെ സ്മെല്ല് ഇപ്പോൾ അവരുടെ ഭർത്താവാണ്, രേണു ചേച്ചിയുടെ ഭർത്താവാണ് സുധിച്ചേട്ടൻ. അപ്പോൾ സുധിച്ചേട്ടൻ്റെ സ്മെല്ല് രേണു ചേച്ചിക്ക് സുഗന്ധമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് സുഗന്ധമായിട്ട് തോന്നണമെന്നില്ലല്ലോ. അതാണ് പുള്ളിക്കാരി അത്രയും ഡീറ്റെയിലായിട്ട് പറയാതെ പുള്ളിക്കാരി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. മെച്യൂരിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളിക്കാരിയുടെ മനസ്സിലൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ അവരുടെ കുറേ വീഡിയോസ് മൊത്തം അവരല്ലേ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത്. യൂട്യൂബ് തുറക്കുമ്പോഴേ രേണു ചേച്ചിയാണ് മൊത്തം. അതിൻ്റെ ഇടയ്ക്കില്ല. റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പേ കണ്ട ഇതാണ്. അതിനുശേഷം എനിക്കിത് വീഡിയോ ചെയ്താലോ എന്ന് തോന്നിയത്. ഒരു ചേച്ചി, ആ ചേച്ചി രേണു ചേച്ചിനെ ഇത് ചെയ്യാം, ഇൻ്റർവ്യൂ ചെയ്യാം. ആ ചേച്ചി ചോദിക്കുന്നത് വെച്ചാൽ ഡൈനോസറിൻ്റെ കുഞ്ഞിനെ പോലെയാണല്ലോ. എനിക്ക് ആ ചേച്ചി ചോദിക്കുന്നത്, ഞാനായിരുന്നെങ്കിൽ മേ ബി അവിടെ നിന്ന് കരയും, ഇല്ലെങ്കിൽ ഒറ്റ അടിയാണ്. ആ ചേച്ചി പക്ഷേ രേണു ചേച്ചി എന്ന് പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പറന്ന് മറുപടി എടുത്ത്. അപ്പോൾ തന്നെ ആ ഇൻ്റർവ്യൂ ചെയ്ത ചേച്ചിക്ക് വലിയ സംഭവം എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചത്. രേണു ചേച്ചി പടപടാന്ന് ആൻസർ കൊടുക്കുന്നു. പുള്ളിക്കാരി ചമ്മിയിട്ട് എനിക്ക് നിങ്ങളോട് ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഇൻ്റർവ്യൂ. കാരണം അവിടെ വിജയിച്ചത് രേണു ചേച്ചിയാണ്. കാരണം രേണു ചേച്ചിനെ മാക്സിമം അവർ മാനസികമായിട്ട് താഴ്ത്താൻ നോക്കി. അവരുടെ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റെടുത്ത് ആടി കൊടുക്കാനേ തോന്നുന്നു. സത്യമായിട്ട് ഞാൻ എണീറ്റ് ആടി കൊടുക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. പക്ഷേ രണ്ടും രേണു ചേച്ചി ചെയ്തിട്ടില്ല. അവർ ചോദിക്കുന്നതിന് അവരുടെ മുഖത്തേക്ക് ഡബിളായിട്ട് ചേച്ചി ആൻസർ കൊടുക്കുന്നു. അവരുടെ വായ അടപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അവസാനം ആ പുള്ളിക്കാരി എണീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എണീറ്റ്. അപ്പോൾ ആ ചേച്ചി ഇത്രയും ഇത്രയും ആൾക്കാരോട് ഫൈറ്റ് ചെയ്താണ് ജീവിക്കുന്നത്. ഒന്ന് ആലോചിക്കുക അവരുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും ഇപ്പം മാക്സിമം ആൾക്കാർ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ അവരെ ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറണം. കാരണം ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ മാറണം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റീൽ ചെയ്യാൻ പാടില്ല, പിന്നെ അങ്ങനെ മീഡിയയിലൊന്നും പറയാൻ പാടില്ല, ഒരുങ്ങാൻ പാടില്ല, പൊട്ടിടാൻ പാടില്ല, ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു മോഡൽ ഡ്രസ്സായാൽ അതൊട്ടും പാടില്ല, കളർ ഡ്രസ്സായാൽ പാടില്ല, ഗ്ലിറ്ററുള്ള ഡ്രസ്സായാൽ പാടില്ല, ഇതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ ആചാരങ്ങളാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, കാലങ്ങൾ മാറി. സ്വന്തം മകന് പോലും പ്രോബ്ലം അല്ലെങ്കിൽ പിന്നെ ഇവന്മാർക്കൊക്കെ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല.
അപ്പോൾ നമ്മളെ ചിന്താഗതിയാണ് മാറേണ്ടത്. ആ ചേച്ചിയുടെ ചിന്താഗതി മാറ്റാനല്ല നമ്മൾ നടക്കേണ്ടത്. നമ്മുടെ ചിന്താഗതി എന്ന് വെച്ചാൽ നമ്മളെയല്ല. എനിക്ക് ആ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചേച്ചിയുടെ ഫസ്റ്റ് റീലിനൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ പിറകിൽ ആ ഫോട്ടോ ഇരുത്തിയിട്ട് കുറേ ചെയ്തത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം അത് മരിച്ച ആളുടെ ഫോട്ടോ നമ്മൾ ഒരു പാവനമായിട്ട് വെച്ച് ദൈവത്തെ പോലെ കണ്ട് അങ്ങനെ അത് വെച്ച് റീൽ ചെയ്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ ആ ചേച്ചിക്ക്. അത് മെച്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം മേ ബി. പക്ഷെ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എടുത്ത് ചേച്ചി ചെയ്യുന്നു. ആ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നു, മേക്കപ്പ് ഇടുന്നു. ആ ചേച്ചിക്ക് ഒരു പെണ്ണ് എന്ന രൂപം തന്നെയാണ്. അല്ലാതെ ആ ചേച്ചി ആണുങ്ങളെ പോലെ വേഷം കെട്ടി നിൽക്കുന്ന ഒരു ലുക്കിലൊന്നും അല്ല. ചേച്ചി ഒരു പെണ്ണിനെ പോലെ തന്നെയാണ്. ആ ചേച്ചി ജന്മം കൊണ്ടത് ഒരു പെണ്ണായിട്ടാണ്. ആ ചേച്ചി പെണ്ണിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ചേച്ചിക്ക് നല്ല ഭംഗിയുണ്ട്. ആ ചേച്ചി റാമ്പ് വാക്ക് നടന്നു വരുന്നത് വരെ ഞാൻ കണ്ടു. അവിടെ അത്രയും വരെ ഒരു പെണ്ണ് ആ ചേച്ചിക്ക് എത്തുന്നത്. ഞാനും ഡാൻസ് ഫീൽഡിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഞാനും എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മേക്കപ്പ് ചെയ്യുന്നതും. കുറേ റീൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്കൊരു റാമ്പ് വാക്ക് നടക്കാൻ ഒരുപാട് കൊതിയുണ്ട്. പക്ഷേ എനിക്കത് സാധിച്ചിട്ടില്ല. പക്ഷേ ആ പുള്ളിക്കാരി ആ റാമ്പ് വാക്ക് ഒരു സ്റ്റേജിൽ റാമ്പ് വാക്ക് ചെയ്ത് ഫ്രണ്ടിൽ വരണമെങ്കിൽ അത് ആ പുള്ളിക്കാരുടെ കഴിവ് തന്നെയാണ്. ആ പുള്ളിക്കാരി അത്രയും ബോൾഡാണ്. ആ പുള്ളിക്കാരി അതിനുള്ള യോഗ്യത ഡിസേർവ്ഡ് ആയതുകൊണ്ടാണ് ആ പുള്ളിക്കാരി ആ റാമ്പ് വാക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പറയത്തേ ഉള്ളൂ. ആ ചേച്ചി ഉയർന്നു അത് ആ ചേച്ചി ഉയർന്നു പോകട്ടെ. ആ ചേച്ചി അത്രയും ഉയരത്തിലെത്തി ഹൈടെക് ആയിട്ട് നല്ല കിടിലമായിട്ട് ജീവിക്കട്ടെ. ഒരു VIP ആയിട്ട് ജീവിക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴൊരു സമാധാനമായത് ആ ചേച്ചിയെ പറ്റി ഇത്രയും പറയുന്നതിന് സത്യം പറഞ്ഞ സങ്കടമായി. ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടേക്കും. നിങ്ങൾ എന്നെ ചിത്രത്തിനും കുഴപ്പമില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ ആ ചേച്ചിയെ പറ്റി എന്തൊക്കെയാണ് പറയണമെന്ന് കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിനിഷായിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. ബൈ.